നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾക്ക് ഉന്മേഷം തരുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. കയ്യിലെയും കാലിലെയും തരിപ്പ്, മരവിപ്പ് ഇതൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു വൈറ്റമിൻ. അതേപോലെ രക്തയോട്ടം കൂട്ടാനായിട്ട് ഒരു വൈറ്റമിൻ സഹായിക്കുന്നുണ്ട്. അത് ഏത് വൈറ്റമിൻ ആണെന്ന് നമുക്ക് നോക്കാം. അത് എന്തൊക്കെ ഭക്ഷണത്തിലാണ് അടങ്ങിയിട്ടുള്ളത്, ഇനി ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ ആ വൈറ്റമിൻ കുറയുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഞരമ്പുകൾക്ക് ഉന്മേഷം തരുന്ന വൈറ്റമിൻ B12 സയാനോകൊബാലമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ആണ്. ഈ വൈറ്റമിൻ്റെ അബ്സോർപ്ഷൻ അത് വലിച്ചെടുക്കുന്നത് ചെറുകുടലിനും വൻകുടലിനും ഇടയിലുള്ള ഒരു ഭാഗത്തിലായിട്ടാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ വൈറ്റമിൻ B12 ആണ് നമ്മുടെ ഞരമ്പുകൾക്കെല്ലാം ഒരു ഉന്മേഷം തരുന്നത്. വൈറ്റമിൻ B12ൻ്റെ കുറവ് കൊണ്ടാണ് കൈക്കും കാലിനും തരിപ്പ്, മരവിപ്പ് ഇതുപോലുള്ള അനുഭവപ്പെടുക. അതേപോലെ ചില ആളുകൾക്ക് ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വരുന്ന പ്രശ്നം, ടൈമിംഗ് കിട്ടാത്തതിൻ്റെ പ്രശ്നവും ഈ ഒരു വൈറ്റമിൻ B12 കൊണ്ട് തന്നെയാണ്. ഈ വൈറ്റമിൻ B12 ആരിലാണ് കാണപ്പെടുന്നത്? പൊതുവെ വൈറ്റമിൻ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഫാറ്റ് സോലുബിൾ, കൊഴുപ്പിൽ സോലുബിൾ ആകുന്ന വൈറ്റമിനും വാട്ടർ സോലുബിൾ, വെള്ളത്തിൽ സോലുബിൾ ആകുന്ന വൈറ്റമിനും. ഈ കൊഴുപ്പിൽ സോലുബിൾ ആകുന്ന വൈറ്റമിൻ A, D, E, K ഈ വൈറ്റമിനുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. എന്നാൽ വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, അതായത് B1, B2, B3, B9, B12, അതേപോലെ വൈറ്റമിൻ സി, ഇത് വെള്ളത്തിൽ സോലുബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റില്ല. അത് യൂറിനിലൂടെ അത് പോവും. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ്റെ കുറവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി അത് ഉണ്ടാവും, എന്നാലും അതിൻ്റെ കുറവ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുക. കയ്യിലും കാലിലുമുള്ള തരിപ്പും മരവിപ്പും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈറ്റമിൻ B12 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി സ്ഥിരമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ, ആ ടാബ്ലറ്റ് എടുക്കുന്നവരിൽ ഈ വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹത്തിന് മരുന്ന് എടുക്കുന്നവർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ കയ്യിലും കാലിലും മരവിപ്പ്, നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും, അപ്പോൾ ഈ ഞരമ്പുകളിനൊക്കെ അത് സാരമായിട്ട് ബാധിക്കുകയും അവരിൽ ഈ വൈറ്റമിൻ B12ൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട്. സാധാരണഗതിയിൽ പ്രമേഹത്തിന് മരുന്ന് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു വൈറ്റമിൻ B12 സപ്ലിമെൻറ്റും കൂടെ കൊടുക്കാറുണ്ട്. ആ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ഇത് കുറഞ്ഞു വരും വൈറ്റമിൻ B12. അങ്ങനെയല്ല, നമുക്ക് ഈ വൈറ്റമിൻ B12 ശരീരത്തിൽ നാച്ചുറലായിട്ട് തന്നെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് അവൈലബിൾ എന്ന് നോക്കാം. അധികമായിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഇറച്ചി, മീന്, മുട്ട, ഇതിലാണ് കൂടുതൽ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ എടുക്കുന്നവർക്ക് ഈ വൈറ്റമിൻ B12 അധികം കുറയാൻ സാധ്യതയില്ല. എന്നാൽ പ്യുവർലി വെജിറ്റേറിയൻ, സസ്യങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആ ഒരു ലെവല്, വൈറ്റമിൻ B12 എന്ന ഈ സയാനോകൊബാലമിൻ്റെ ലെവല് കുറഞ്ഞു കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലങ്ങളായിട്ട് ഇവർക്ക് ഈ തരിപ്പ്, കൂടുതലായിട്ടും മരവിപ്പുകൾ, പിന്നെ കാല് തരിച്ചു കഴിഞ്ഞാൽ അനക്കാൻ പറ്റില്ല, കാലവിടെ ഉണ്ടോ എന്നുള്ള അവസ്ഥയെ അറിയാത്ത പോലെ ഉള്ള സിറ്റുവേഷനിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ് സജസ്റ്റ് ചെയ്യും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിന് ഫോർട്ടിഫൈഡ് ആയിട്ട് ചില ഭക്ഷണങ്ങൾ, വൈറ്റമിൻ B12 ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമ്മൾ കൊടുക്കും. ചിലരിലെങ്കിലും ഇതുപോലെ ED എന്ന് പറയും, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും അവർക്ക് ഈ ടൈമിംഗ് ഇഷ്യൂസ് ആണെങ്കിലും അതേപോലെ തളർച്ച അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രമേഹമുള്ളവരിൽ ഈ ED എന്ന് പറഞ്ഞ ഈ ഉദ്ധാരണശേഷിക്ക് വരുന്ന പ്രശ്നം വളരെയധികം കൂടുതലാണ്. അതിന് പ്രധാന കാരണം ഈ വൈറ്റമിൻ B12ൻ്റെ ഒരു കുറവും കൂടെയാണ്. വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക. ഇൻ കേസ് അതെടുത്തിട്ടും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുത്തു നോക്കുക. തീർച്ചയായിട്ടും ഇത് ഉദ്ധാരണശേഷി കൂട്ടാനും അതേപോലെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാനും സഹായകരമാവുന്ന വൈറ്റമിനാണ്. കൈകാലും മരവിപ്പുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിലെ മരവിപ്പ് വൈറ്റമിൻ B12 കൊണ്ട് മാത്രം ആവണമെന്നില്ല കേട്ടോ. CTS എന്ന് പറയുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുണ്ട്, നെർവ് ബ്ലോക്ക് ആവുന്ന ഒരു കണ്ടീഷനുണ്ട്. കയ്യിലോട്ട് പോകുന്ന ആ ഒരു ഞരമ്പ് ഇവിടെ ഈ ഒരു ഭാഗത്തിലോട്ട് ഞരമ്പ് ബ്ലോക്ക് ആവുകയും രക്തയോട്ടം കംപ്ലീറ്റ് ഇല്ലാണ്ടാവുകയും നല്ല വേദന അനുഭവപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. CTS കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് സർജിക്കലായിട്ടുള്ള ഒരു ഡിസീസ് അല്ല, അതും മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റാവുന്ന ഒന്ന് തന്നെയാണ്.
ഈ വൈറ്റമിൻ B12 എന്നുള്ളത് ഞരമ്പുകളെ മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഫങ്ഷന്, നമുക്ക് ക്ഷീണം ഒരുപാട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനും, അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും, സ്കിന്നും ഹെയർ, മുടി ഇതിൻ്റെയൊക്കെ നല്ല ഗ്രോത്തിനും ഈ വൈറ്റമിൻ B12 വളരെയധികം ആവശ്യമാണ്. വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളുടെ ഉൽപാദനത്തിനും സഹായകരമാവുന്ന ഒന്നാണ്. ഇതിൻ്റെ കുറവ് കാരണം പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ഒരു രക്തക്കുറവ് അനുഭവപ്പെടാനും കാരണമാവുന്നുണ്ട്. ഈ വൈറ്റമിൻ B12 ഞരമ്പുകൾക്ക് മാത്രമല്ല ഉന്മേഷം നൽകുന്നത്, നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും അതേപോലെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിനും തലമുടിക്കും ഒക്കെ സഹായകരമാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കളായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിൻ്റെ വളർച്ചയ്ക്കും ഈ വൈറ്റമിൻ B12 വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ കുറവ് വരികയാണെങ്കിൽ, വൈറ്റമിൻ B12ൻ്റെ കുറവ് സ്ഥിരമായി കണ്ടുവരികയാണെങ്കിൽ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ഒരു രക്തക്കുറവ് വരാനും സാധ്യതയുണ്ട്. അതായത് ഈ ഒരു രക്താണുക്കൾ വളരെ വലിയ ലെവലിൽ കാണപ്പെടും. RBC സെൽസ് രക്താണുക്കൾ വലിയ സെല്ലുകളായിട്ട് കാണപ്പെടും. മെഗാലോബ്ലാസ്റ്റിക് ആ രീതിക്ക് വരും. അത്രയും ഓരോ സെല്ലുകളും വലിയ വലിയ സെല്ലുകളായിട്ട് കാണപ്പെടും. അങ്ങനെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ അനീമിക് ആയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, രക്തക്കുറവായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, വൈറ്റമിൻ B12 കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ ആദ്യം നികത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ചെറുകുടലിൻ്റെ അവസാന ആ ഒരു ഭാഗത്തിൽ ഇലിയം എന്നുള്ളൊരു പോർഷനിലാണ് ഈ വൈറ്റമിൻ B12 വലിച്ചെടുക്കപ്പെടുന്നത്. ഈ വൈറ്റമിൻ B12 വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിൽ നിന്നും പ്രോപ്പറായിട്ട് ചുരക്കുന്ന അമിലം, ആക്സിഡുകൾ, ഇതൊക്കെ തന്നെ അതിലുള്ള ഇൻട്രിൻസിക് ഫാക്ടർ എന്നുള്ളതിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കേടുപാടുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരീരത്തിന് അതിനെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എത്ര വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും, അതിപ്പോൾ മീനോ ഇറച്ചിയോ ബീഫോ ശരീരം വലിച്ചെടുക്കണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ തീർച്ചയായിട്ടും വൈറ്റമിൻ B12 സപ്ലിമെൻ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വലിച്ചെടുക്കുന്നതിന് പകരം വൈറ്റമിൻ B12 ആകുമ്പോൾ ഡയറക്റ്റ് ഫോം, അതായത് വലിച്ചെടുക്കുന്നതിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും ടാബ്ലറ്റ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരിക. അപ്പോൾ തുടർച്ചയായിട്ട് പ്രമേഹത്തിന് മരുന്നെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ B12 ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ B12 ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ഉദാഹരണശേഷി പ്രശ്നമുള്ളവരും വൈറ്റമിൻ B12 ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാലും കൈയും മരവിപ്പ് അനുഭവപ്പെടുന്നവർ വൈറ്റമിൻ B12 സപ്ലിമെൻ്റ് എടുക്കുന്നതിന് മുന്നേ ഭക്ഷണങ്ങൾ ആദ്യം റെഗുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഉന്മേഷത്തിനും ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ രക്തയോട്ടം കൂട്ടാനും വൈറ്റമിൻ B12 വളരെയധികം ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വൈറ്റമിനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ അത് വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ട് എപ്പോഴും അത് സ്റ്റോർ ചെയ്തിരിക്കണമെന്നില്ല. അപ്പോൾ റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. മീൻ, മുട്ട, പാല് എല്ലാം വളരെയധികം നല്ലതാണ്, വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഈ വിഷയവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.